വലിയ സമരമാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പ്രധാനമന്ത്രി രാജിവെച്ചൊഴിയണം, ധർമ്മേന്ദ്ര പ്രധാൻ തൽസ്ഥാനത്ത് നിന്ന് നീങ്ങണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ്. ലോകം കാണുകയാണ് ഇന്ത്യ നേതാക്കൾ പ്രതിഷേധിക്കുന്നത്. രാഹുൽ ഗാന്ധി കൈ കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു. കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കേരളത്തിൽ നിന്നുള്ള എംപിമാരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പാർലമെന്റിന് പുറത്തും അകത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഈ പ്രതിഷേധത്തിന് പങ്കാളിയാകുന്നു. CJP പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് ദേശീയ സമരത്തിന് കൂടുതൽ ശക്തി പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഈ സമരത്തിന്റെ മുന്നണിയിൽ തന്നെ അണിനിരക്കുന്നു. MP വി കെ ശ്രീകണ്ഠനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും CJPയുടെ സമരത്തിന് ശക്തി പകർന്നുകൊണ്ട് കൈയോട് കൈ പിടിച്ചുകൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഈ സമരത്തിന്റെ മുൻനിരയിൽ അണിചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രതിപക്ഷ നേതാക്കളെ എങ്ങനെ ആ സമരവേദിയിൽ നിന്ന് മാറണമെന്നറിയാതെ നിലവിൽ ദില്ലി പോലീസ് നട്ടം തിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരേ സമയം അവർക്ക് സംരക്ഷണം നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. പ്രതിഷേധം തണുപ്പിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയോ മറ്റ് പ്രതിപക്ഷ നേതാക്കളെയോ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് എങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുമെന്നും പ്രതിഷേധം കൈവിട്ടു പോകുമെന്നും കൃത്യമായും ദില്ലി പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് പോലീസിനൊരു കാഴ്ചപ്പാട് വേണ്ടതുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തോടു കൂടിയാണ് ഈ വലിയ പ്രതിഷേധം ദില്ലിയിൽ ഉണ്ടാകുന്നത്. മന്ത്രി വിശ്വനാഥ് പോലീസ് കസ്റ്റഡിയിലാണ്. ഡീൻ കുര്യാക്കോസ് പോലീസ് കസ്റ്റഡിയിലാണ്. എംപിമാരെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും എല്ലാം പ്രതിഷേധത്തിൽ ഭാഗമാവുകയാണ്. കോൺഗ്രസ് എംപിമാരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് നേരത്തെ വലിയ ഉണ്ടിലും തള്ളിലും കലാശിച്ചത്. ഇനിയും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. നീറ്റിൽ കോൺഗ്രസിന് വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. സായി കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നു. സായി, ഡൽഹി കണ്ടതിൽ വെച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡൽഹി അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഇങ്ങനെ കോൺഗ്രസിന്റെ മുൻനിര ഒന്നാകെ അണിനിരന്നിരിക്കുന്നു സമരത്തിൽ. തീർച്ചയായും മാധു, ഇന്നലെ വരെ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുമ്പോൾ സമര രംഗത്തിറങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം എവിടെ, പ്രതിപക്ഷ നേതാക്കൾ എവിടെ, MPമാരെവിടെ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തിയത്. ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാരിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ സമരം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ തന്നെ ആ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിൽ വളരെ പെട്ടെന്നൊരു വലിയ മഹാസമരം തന്നെ ഇപ്പോൾ പ്രതിപക്ഷം സംഘടിപ്പിച്ചിരിക്കുന്നു. തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമരം എന്ന് വേണം കരുതാൻ. പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സുരക്ഷാ സേനയോ പോലോ കൃത്യമായി വിവരം അറിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ പെട്ടെന്ന് ഈ ഒരു സമരം വലിയൊരു സമരമായി മാറുകയായിരുന്നു.